നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ക്രൈസ്തവ ഭവനങ്ങളിലും പള്ളികളിലും ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. യേശു കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിൻ്റെയും അതിനു മുൻപായി അദ്ദേഹം അവരുടെ കാൽ കഴുകി ചുംബിച്ചതിൻ്റെയും ഓർമ്മയ്ക്കായാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പ്രത്യേക ആചരണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് ക്രൈസ്തവ ഭവനങ്ങളിൽ അപ്പം മുറിക്കൽ ചടങ്ങും നടക്കും. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തങ്കിപ്പള്ളിയിൽ വ്യാഴാഴ്ച വൈകിട്ട് മതമൈത്രി ദീപം തെളിയും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആദ്യ ദീപം തെളിക്കും. 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ വിളക്ക് തെളിച്ച് ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണിത്. നാനാജാതി മതസ്ഥർ ഇതിൽ പങ്കെടുക്കും. 5 മണിക്ക് നടക്കുന്ന തിരുവത്താഴ പൂജയ്ക്കും കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും വികാരി ഫാദർ ജോർജ് ഏടയെഴുത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാത്രി 12 വരെ ആരാധന. തുടർന്ന് അത്ഭുത തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പൂമുഖപ്പന്തലിൽ കിടത്തും. ബിഷപ്പ്മാരായ ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ, ഡോക്ടർ ജോസഫ് കരിയിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജില്ലയിലെ പ്രമുഖ പള്ളികളായ തുമ്പോളി, പൂങ്കാവ്, പഴവങ്ങാടി മാർ സ്ലീവോ പള്ളി, മുട്ടം ഫെറോന പള്ളി, ലിസുനഗർ ദേവാലയം, കോക്കമംഗലം സെൻറ് തോമസ് ദേവാലയം തുടങ്ങി പള്ളികളിൽ വിവിധ ചടങ്ങുകളോടെ പെസഹ വ്യാഴം ആചരിക്കും.